ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീ തുഞ്ചത്ത് രാമാനുജൻ വിരചിതമായ അധ്യാത്മരാമായണത്തിന്റെ 5ാമത്തെ ദിവസത്തെ പാരായണയുടെ സമാരംഭിക്കുന്നു. അയോധ്യാകാണ്ഡത്തിലെ അഭിഷേക വിഘ്നം എന്നുള്ള ഭാഗമാണ് വായിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയ പുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകി ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വധിച്ചവളെ കൊണ്ടു ചൊല്ലിച്ച് പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നും ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിതൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടെടു കാമിനിമാർക്കുല മൗലിമാണിക്യമേ. യുദ്ധം അവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ചുത്ഥാനവും ചെയ്ത് കേകയപുത്രിയും ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാതരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയൻ എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർഗതി. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമന് സ്നേഹം എനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമനന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെയത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്ക നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും
സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടള വാകുലചേതസ പിന്നെയും ചൊല്ലിനാൾ, പാപേ മഹാഭയ കാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ, ത്വൽപുത്രനായ ഭരതനെയും തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെയിലും. രാജാഭിഷേകം കൃതം രാമനെങ്കിലും രാജാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ട് നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്തമേതുവേ. നാട്ടിൽ നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. താപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമൻ ഈരേഴാണ്ടു കാനനവാസവും ഭൂവിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വധിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരു ഉപായവും പ്രാണസമേ ഞാൻ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുര യുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിനൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്നസുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്ക തന്നെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണ രക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ട് അതിസന്തോഷം ഉൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി കൊണ്ടു പറഞ്ഞതു ഭൂപനും. നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതുമൂലം ഭരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായൊരു വരം ദ്വയസ്വാദനം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയമിന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നുകിടന്നിതു മുന്നമേ മാനസെ തോന്നി ബലാദീശ്വരാജ്ഞയാം. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ശോഭ കൊണ്ടൊരു കാർകൂന്തലഴിച്ചിട്ട് ഭൂമേനിയും പൊടി കൊണ്ടണിഞ്ഞിഹ. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ച് കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചുകൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയും. പഥമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ച ചിത്തമോഹേന കോപാലയം മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാൾ, ഇനി രാഘവൻ കാനനത്തിനു പോകോളവും ഞാൻ ഇവിടെ കിടന്നിടുവൻ. അല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്ന് ഭരതന ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിഞ്ജനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സൽക്കുമാൻ.
കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തഃപുരമകം പുക്കരുളിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഫലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ച ദീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധം മന്ദസ്മിതം ചെയ്തരികെ വരും പുര സുന്ദരിയാമവൾ എന്നു പോയിടിനാൾ. മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ ചൊല്ലുവിന്ദാസികളെ ഭവത്സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചത് അതിൻ മൂലമേതോ മറിഞ്ഞില്ല ഞങ്ങളോ മന്നവാം. തത്ര ഗത്വാ നിന്തിരുപടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തുതി. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്ത് എന്നോട് ചൊൽകിടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തത് വല്ലഭേ. ദണ്ഡനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വെപ്പൻ അവന് ഞാൻ. അർത്ഥവാനേത്തമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവൻ എന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവാൻ വധ്യനാക്കിയിടാം അവധ്യന് വേണ്ടുകിൽ. നൂനം നിനക്കധീനം മമ ജീവനം മാലിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായകമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു. മന്നവൻ തന്നോട് മന്ദപുര ചെയ്താൽ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ നമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതീനെ പറഞ്ഞിടുവൻ വ്യക്തമാക്കിയിടായിക സത്യത്തെ മന്നവാം. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാന് ഞാൻ. സന്തുഷ്ടചിത്തനായെന്നോ ഭവാൻ നമ ചിന്തിച്ച രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു. ഭവാങ്കൽ അതോ രണ്ടു ഭിക്ഷയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതി. എന്നതിൽ ഒന്ന് രാജാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേത് രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമൻ ഉഷസി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിൽ. ഭദ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്ജര തേജസ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ. ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിത. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ. മൃത്യുസമയം ഉപസ്ഥിതമാകയോ. കിം കിം ഏതൽ കൃതൽ ശങ്കരാ ദൈവമേ. പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തൻ മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവ മുര ചെയ്തു.
എന്തിവണ്ണം പറയുന്നു ഭദ്രേ നീ, എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ? മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ച് മുന്നമെല്ലാം നീ പറഞ്ഞു കേൾക്കൊണ്ടു ഞാൻ. എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ. ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാകാം. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി. ചെന്നുടൻ കാൽക്കൽ വീണു മഹിപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രനാം രാമനുഷത്തിനു ശങ്കാഭീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോപരീപവൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ വിദ്യയാക്കിയിടലാം. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് ഉപയോഗം വരുന്നതും ചിന്തിച്ച് ദുഃഖസമുദ്രേ നിമഗ്നായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യയായി. ചെന്നാൽ അരുണോദയത്തിനു സാദരം പന്തികൾ ഗായകന്മാർ ഇവരെല്ലാം മംഗളവാക്യ സ്തുതി ജയശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാൻ. അന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവര നിവാരണവും ചെയ്താൽ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവர்களுം അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിപൃശവും വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട തടാച്ച് ചാമരം കാലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാദിയും വാരനായീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ചാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൽ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യമകരായുധ മണികുണ്ടല സംമുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ചത് ലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡല തുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്ദരമുകൂള സമാന ദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും കന്ധരരാജിത കൗസവരത്നവും ബന്ധുരാഭം തിരുമാറും ഉദരവും സന്ധ്യാപ്രസന്നിധ പീതാംബരാഭയും പൂജേരവേദേ വിളങ്ങി നിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനോമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കൂപ്പിയിടും മൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനവും അംഭോജബാണ നിഷങ്കാവജംഘയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംഭോജതുല്യമാമംഭ്രീതലങ്ങളും ജംഭാരിരത്നം തൊടും തിരുമേനിയും ഹരകടക വരയാങ്കുലീയാദി ചാരുതരാഭരണാവരയും പൂണ്ട് വാരണവീരൻ കടുത്തിൽ ചിരത്തോടു ഗൗരാപത്രം ധരിച്ചരീകേ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനം രാമചന്ദ്രൻ മുത കാണായി വരുന്നു നമുക്ക് ഇനി എന്തിരം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ പദനിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോടൗസുഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു ആനന്ദപൂർണ അമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാൾ പുരവാസികളാദരാൽ വിച്ഛിന്ന വിഷയം. അന്നേരമാദിത്യനു ഉദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ
ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരു മന്ദപുരമകം പുക്കാൻ അതിദ്രുതം രാജീവ മിത്ര ഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ ഇത്തം നൃപനെ സ്തുതിച്ച് നമസ്കരിച്ചുത്ഥാനവും ചെയ്തു വർദ്ധിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കുന്നു നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൽ ദേവനാരീ സമേ രാജപ്രിയേതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകന്നോടെന്ന് കേട്ടു കൈകേയിയും ചൊല്ലിനാളാശ സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞതു തന്നുടെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്വൽ പ്രജാകരെ സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രനും ചൊല്ലിനൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനം അനാകർണ്യ ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഗോപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യോട് ചൊല്ലിനാൻ താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു സോദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവര വാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീടും നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുത്ഥായ സംഭ്രമൻ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും രാമരാമേരി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ നാരീജനങ്ങൾ അതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിയാൽ രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം മുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്ന് താത ദുഃഖത്തിന് നേരെ പറവിൻ അറിഞ്ഞവരെന്നത് നേരം പറഞ്ഞതു കൈകേയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാലിൽ സുഖം ദുഃഖം മൂലമല്ലോ നൃണം ചേതസി നീ നിരൂപിക്കിൽ എഴുതിനി താതന ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോമശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രന് നിർണയം പുത്രരിൽ ജ്യേഷ്ഠരാകുന്നതു നീയല്ലോ രണ്ടു വരം മമ ദത്തമായിട്ടുണ്ട് പണ്ടുനിൽ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളത് രണ്ടുമിന്നു ധരേണമെന്നർത്ഥിക്കയും ചെയ്തൻ നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ച് ഖിന്നനായി വന്നിതു താതനറിക നീ സത്യവാസേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനും യോഗ്യൻ ഭവാൻ ഉണ്ണാമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിക നീ മാതൃവചന ശൂലാഭിഹൃതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം മാനസേ ഖേദം എനിക്കില്ലതിനേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യം എന്നാൽ എന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ പാവഗന്ധങ്ങൾ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിൽ ഏതുമേ സംശയം ചെയ്ത് തിരിച്ചിട്ടില്ലെനിക്കെന്നറിക നീ താതകാര്യം അനാജ്ഞപ്തമാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമാനായുള്ള പുത്രനറിഞ്ഞാലും
ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ പിത്രോർ മലമെന്നു ചൊല്ലുന്നു സജ്ജനം. യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധനാം. ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേരിയും രാമനോടാശു ചൊല്ലിയിടിനാളാതരാൽ. താതൻ നിനക്ക് അഭിഷേകമാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്ന. നീ 14 സംവത്സരം കാനേന താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട്. മന്നവൻ ഇന്ന് അത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായത്. ചെയ്ക അഭിഷേകം ഭരതൻ ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്നോട് ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ചു ദുഃഖിപ്പതെന്തൊരു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജഭാരം വഹിപ്പത്. ദണ്ഡകവാസത്തിനേറ്റമെടുതല്ലു സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടുചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്കു പോലും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നെ യൗവനം നൽകി ജരാനരെയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനിൽ അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായി അതികാമുകനായൊരു രാജാധവനാകും എന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജവും ഗ്രഹിക്കതി. ദോഷം നിനക്കതിനേതും അകപ്പെടാം. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര. ഗുണാംബുധേ രാഘവ പൃഥ്വീപതിൽ 2 ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ. എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പലജാതി പരകയും കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകി തഴുകയും പിന്നെ ചുടുചുട ദീർഘമായി വീർക്കയും. ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ ആശ്ലേഷ്യ നീതി വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൽ നയഗോവിതൻ തഥാ. എന്തിനൻ താതൻ ഹൃദൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായുകയുമില്ല. ഇത് രണ്ടിനും സോദരൻ നാടു ഭരിച്ചിരുന്നീടുക. സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കി രാജഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മമ മാതാവിനിക്കു വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വർദ്ധിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃകേഹം ഒക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ച് വിത്തമദീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ. രാമൻ ഉപാഗതനായതു കണ്ടീലേ ഭൂമി വാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ ബന്ധിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നീടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതളശ്യാമ കളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്റെ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശു നീ എന്നു മാതാവ് പറഞ്ഞു. ഒരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ. ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്ക് മൽപിതാ 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ
സന്താപമേതും മനത്തിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാലിൽ മോഹിച്ചു വീണിനാടാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകി ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതരെ വേർവിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാവല. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് വേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകേണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞുവോ. തത്ര കൗസല്യാവതനങ്ങൾ ഇങ്ങനെ ചിത്തതാവേന കേട്ടോരു സൗമിത്രിയും. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങൾ ധരിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലവൻ ഇതു കാരണമുണ്ടാകുവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം പ്രവാഹീനം ഷഡപ്രിയം ബന്ധിച്ചു ദാതനെയും പിന്നെ ഞാൻ വരീബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തരം വീട്ടിന്നയച്ചഭിഷേകമോരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതോ വിധിയിരുന്നു ശോകിപ്പതിൻ അന്തർമുത വധിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനിക്കതീനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുകയെന്നേ വരൂ. ഓം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.